നോമ്പൊക്കെ ആയില്ലേ? സോ ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു ബാലൻസ്ഡ് റംസാൻ ഡയറ്റ് സജസ്റ്റ് ചെയ്യാം. ഈ നോമ്പ് കാലത്ത് ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇല്ലെങ്കിൽ ടയർഡ്നെസ്, മസിൽ ലോസ്, ഡീഹൈഡ്രേഷൻ പോലുള്ള ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്. സുഹൂർ അഥവാ അത്താഴം. അത്താഴം ഒരു മെയിൻ മീലാണ്. സോ അതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അതിന്റെ മെയിൻ റോൾ എന്ന് പറയുന്നത് സ്ലോ ഡൈജഷൻ, ഡീഹൈഡ്രേഷൻ പ്രിവെൻഷൻ ആൻഡ് സ്റ്റേബിൾ എനർജി തരുന്ന ഫുഡ് ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്. നോമ്പ് തുറ വരെയുള്ള എനർജിക്ക് വേണ്ടിയിട്ട് ഡയറ്റിൽ 25% കോംപ്ലക്സ് കാർബ്സ് ഇൻക്ലൂഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഓട്സ്, വീറ്റ്, ബ്രൗൺ റൈസ് എക്സെട്ര. മസിൽ ലോസ് ഒഴിവാക്കാൻ 25% പ്രോട്ടീൻ ആഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഫിഷ്, മീറ്റ്, ചിക്കൻ എക്സെട്ര. അതുപോലെ തന്നെ 50% വെജിറ്റബിൾസും ആഡ് ചെയ്യാൻ മറക്കരുത്. ഇത് നിങ്ങളുടെ ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരു പ്ലേറ്റ് ഏകദേശം ഇങ്ങനെ ഇരിക്കും. ഇഫ്താർ അഥവാ നോമ്പ് തുറ സമയത്ത് 2 to 3 ഡേറ്റ്സ് കഴിച്ച് ഇളം ചൂടുവെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ്. സോൾട്ട് ലൈമും നല്ലതാണ്. കഴിയുന്നതും ഷുഗറി ഡ്രിങ്ക്സ് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ഫ്രൂട്ട് ജ്യൂസിന് പകരം കട്ട് ഫ്രൂട്ട്സ് കഴിക്കുക. അത് നിങ്ങളുടെ ഇൻസുലിൻ സ്പൈക്ക് ഒഴിവാക്കും. ഉന്നക്കായ, സമൂസ, പഫ്സ് ഒക്കെ ടേസ്റ്റിയാണ് ബട്ട് അൺഹെൽത്തിയാണ്. സോ കഴിയുന്നതും ഒഴിവാക്കാൻ ശ്രമിക്കുക. ഡിന്നർ സമയത്ത് സുഹൂർ പ്ലേറ്റ് റൂൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അതായത് 25% പ്രോട്ടീൻ, 25% കോംപ്ലക്സ് കാർബ്സ് ആൻഡ് 50% വെജിറ്റബിൾസ്. ഇഫ്താർ മുതൽ സുഹൂർ വരെ 2 to 3 ലിറ്റർ വെള്ളം മസ്റ്റ് ആയിട്ട് കുടിക്കണം. ഒരു ഹെൽത്തി നോമ്പ് ഡയറ്റ് പ്ലാനിന് വേണ്ടി താഴെ റംസാൻ എന്ന് കമന്റ് ചെയ്യൂ. ഞങ്ങൾ നിങ്ങൾക്കൊരു ഡീറ്റെയിൽ പ്ലാൻ അയച്ചു തരുന്നതാണ്. ഞാൻ ഡോക്ടർ രാഹുൽ ഫ്രം MCR ഡയബറ്റീസ് നയിക്കാൻ.